സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും യഹൂദന്മാർക്കും പുണ്യനഗരമായ ജെറുസലേം, അതിൻ്റെ യഥാർത്ഥ അവകാശികൾ ആരാണ് എന്നുള്ളതിനെപ്പറ്റി നമ്മുടെ തറയിൽ അച്ഛൻ ഷേഖിന ന്യൂസിലെ ഒരു അവതാരകൻ ചോദിക്കുകയാണ്. ആ അവതാരകൻ എന്ന് പറഞ്ഞ ഒരു പൊട്ടനാണ്. എപ്പോഴും ഇങ്ങനെ ഓരോരോ സംശയം അച്ചോ എന്നും വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ തറയിൽ അച്ഛൻ എന്ന് പറയുന്ന എഴുതി കൊണ്ടുവന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന ഓരോരോ കാര്യങ്ങളായിട്ടാണ് മറുപടി പറയുന്നത്. എന്തായാലും നമുക്ക് എഴുതി കൊണ്ടുവന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ തറയിൽ അച്ഛൻ പറയുന്നതിന് മറുപടിയായിട്ടാണ് പറയുന്നത്. അത് ഒരു മതത്തിനെയോ ഒരു വർഗത്തെയോ ആക്ഷേപിക്കുന്നതല്ല. അവരിങ്ങനെ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഒരു മറുപടി കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ വിശദമായിട്ട് ഇവിടെ ന്യൂസ് കേരള അതിന് മറുപടി കൊടുക്കുകയാണ്. നമ്മൾക്ക് ഇതൊന്ന് കേട്ടു നോക്കണം. ഓക്കെ. എന്ന് പറയുന്ന മുസ്ലിമാണ്. ഡേവിഡിന്റെ മകൻ എന്ന് പറയുന്നത് സുലൈമാൻ, അതായത് ദാവൂദിന്റെ മകൻ സുലൈമാൻ. നിങ്ങൾ സോളമൻ എന്ന് പറയുന്നു, അവരെല്ലാം മുസ്ലിങ്ങളെ. എല്ലാ പ്രവാചകന്മാരും മുസ്ലിങ്ങളാണ്. നിങ്ങൾ അതിൽ വേർതിരിവ് ഉണ്ടാക്കി യേശു ക്രിസ്തു പിന്നെ പ്രവാചകനാണ്, യേശു ക്രിസ്തുവിനെ നിങ്ങൾ ദൈവം എന്ന് പറയുന്നത്, ദൈവം പിന്നെ മകനാണെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ. പലരും പല തട്ടിലാണ്. ദൈവം ഒന്നേ ഉള്ളൂ. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും യഹൂദനും പിന്നെ ഹിന്ദുവിനും ജൈനമതക്കാരനും ബുദ്ധമതക്കാരനും എല്ലാം ഒറ്റ ദൈവമുള്ളൂ. അല്ല, ഒരുപാട് ദൈവങ്ങളൊന്നുമില്ല. അത് മനസ്സിലാക്കുക. ആ ദൈവത്തിനെ ആരാധിക്കുക, ആ ദൈവത്തിനെ പ്രകീർത്തിക്കുക, ആ ദൈവത്തിനെ ആരാധിക്കണം, അവനെ പ്രകീർത്തിക്കണം. അവനാണ് ഈ സർവവും. ആകാശങ്ങളും ഭൂമികളും അതിൻ്റെ ഇടയിലുള്ള ഇതെല്ലാം, ഈ സർവ്വ ജീവജാലങ്ങളും, ജീവനില്ലാത്തതൊന്നും ഈ ലോകത്തില്ല. എല്ലാം ജീവനുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ട. ഒന്നുമല്ലെങ്കിലും മനുഷ്യനാ സംവിധാനം ചെയ്യാൻ. നിരീശ്വരവാദികളടുത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു തുള്ളി ജലത്തിൽ നിന്നാണ് മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും, അതായത് ആനിമൽ കിങ്ഡത്തിലുള്ള എല്ലാം ഒരു തുള്ളി ജലത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ആ ഒരു തുള്ളി ജലത്തിൽ നിന്ന് എങ്ങനെയാണ് കണ്ണ്, കാത്, മൂക്ക്, പല്ല്, തല, കൈവിരലുകള്, കാൽവിരലുകള്, ഹൃദയം, വൃക്ക, മറ്റത് മറിച്ചത്, എന്തൊക്കെയാണ്, അതെങ്ങനെ ഉണ്ടായി വരുന്നത്? നിരീശ്വരവാദികൾക്കെന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത പൊട്ടന്മാരാണ് അവന്മാര്, പമ്പര വിഡ്ഢികളാണ്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്? ആരാണ് ഈ സംവിധാനം ഉണ്ടാക്കിയത്? നമ്മളത് മനസ്സിലാക്കണ്ടേ. മഴ ഇറങ്ങുന്നു, മഴ വർഷിക്കുന്നു, നിർജീവമായി കിടക്കുന്ന ധാന്യങ്ങളെല്ലാം കുതിർത്തു വരുന്നു, എല്ലാം മഴ പെയ്യുമ്പോൾ പച്ചയാകുന്നു. ഇതൊക്കെ എവിടെ നിന്നുണ്ടായി? എങ്ങനെ ഉണ്ടായി? മഴ എങ്ങനെ ആകാശത്ത് നിന്ന് ഇറക്കുന്നു? ഈ ഇറക്കി കുറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമല്ലേ ഇവിടെയുള്ള പൊട്ടന്മാർ പറയുന്നത് അത് നീരാവി പൊങ്ങിയാണ് ഉണ്ടാക്കുന്നത്, നീരാവി പൊങ്ങി കാർമേഘം പോലെയാവും, കാർമേഘമാകി പിന്നെ കാറ്റ് വന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവിടെ മഴ പെയ്യുന്നു. ഇവിടെ സത്യം തന്നെ. പക്ഷെ ഇത് സംവിധാനം ചെയ്താല്, അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. കടല് വെള്ളത്തിലാണ് ഭൂമി നിൽക്കുന്നത്. ഭൂമി നിൽക്കുന്ന 2/3 ഭാഗം വെള്ളമാണ്. ആ വെള്ളത്തിലാണ് ഭൂമി നിൽക്കുന്നത്. എങ്ങനെ സംവിധാനം ചെയ്ത് നിർത്തിയിരിക്കുന്നു? ഖുർആനിൽ പറയുന്നു, മലകളെല്ലാം ആണികളാണ്, ഭൂമിയെ ആണി അടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അത് ഇളവി താഴ്മയിലേ മറിഞ്ഞു പോകില്ലേ? അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി മനുഷ്യന് ഇവിടെ വാസയോഗ്യമാക്കി ഭൂമിയെ നിങ്ങൾക്ക് ഞാനൊരു വിരിപ്പാക്കി തന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. മലർത്ത് വിരിച്ചിട്ടിരിക്കുകയല്ലേ, എവിടെ വേണമെങ്കിലും അതൊക്കെ ചെയ്തു തന്നാൽ. എല്ലാത്തിനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നില്ലേ? മനുഷ്യന് എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി തന്നില്ലേ? ഭയങ്കരമായ ആന, കടുവ, സിംഹം, പുലി, അങ്ങനെ വെട്ടുപോത്ത്, കരിമ്പോത്ത്, ഇതിനെയൊക്കെ നമ്മൾ മനുഷ്യനല്ലേ നിയന്ത്രിക്കുന്നത്? നമുക്ക് അധീനപ്പെടുത്തി തന്നില്ലേ എല്ലാം? അത് മാത്രം 4 ജോഡി മൃഗങ്ങളെ സ്വർഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ നമുക്കായിട്ട് ആഹാരത്തിന് വേണ്ടി അയച്ചു തന്നു. അതിനെയൊക്കെ പറ്റി പഠിക്കണം. അച്ഛനായിട്ട് വെറുതെ ലോഹമായിട്ട് നടന്നാൽ പോരാ, അതിനെപ്പറ്റി പഠിക്കണം. ഇസ്ലാം മത ഗ്രന്ഥം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ മാത്രം ഗ്രന്ഥമല്ല, അത് മാനവരാശിയുടെ ഗ്രന്ഥമാണ്. അതിൽ പഠിച്ചാലേ നമുക്ക് മനസ്സിലാക്കാവുള്ളൂ എന്താണ് ഇസ്ലാം, എന്താണ് ഭൂമി, എന്താണ് ആകാശം, എന്താണ് ജനങ്ങള്, എങ്ങനെ ഉണ്ടായി, എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, എങ്ങനെ ഇതൊക്കെ അവസാനിക്കും, ലോകം അവസാനിക്കുന്നത് എങ്ങനെ. ഇന്ന് ശാസ്ത്രം പറയുന്നത്, ഇന്നാണ് പറയുന്നത്. 1450 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞതാണ്. ഖുർആൻ എന്ന് പറയുന്നത് തന്നെ പരമ്പരയാണ്, ഓരോ ഗ്രന്ഥത്തിന്റെയും പരമ്പരയാണ്, ഓരോരോ
ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് ആണ് പിന്നെ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളും ബാക്കിയുള്ള ഏടുകളും അവതരിച്ചത്. ഖുർആൻ എന്ന് പറയുന്നത് മാനവരാശിക്ക് ലോക അവസാനം വരേക്കും അവതരിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. അതിനെപ്പറ്റി പഠിക്കണം. പഠിക്കാതെ തറയിലച്ചനിരുന്ന് പറയരുത്. അപ്പൊ പഠിക്കുമ്പോൾ കൂലങ്കഷമായിട്ട് അതിന് ആത്മാർത്ഥതയോടുകൂടി പഠിക്കണം, ഹൃദയശുദ്ധിയോടുകൂടി പഠിക്കണം. പഠിച്ചത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് സത്യം മനസ്സിലാവും. ദൈവം ജനിച്ചിട്ടില്ല, ദൈവം മരിക്കില്ല, ദൈവം ആരെയും ജനിപ്പിക്കുകയില്ല, പക്ഷേ ദൈവം സൃഷ്ടിക്കുക. എന്തിനും കഴിവുള്ളവനാണ് ദൈവം. അതാണ് ദൈവം. അല്ലാത്തതിനെ എന്ന് ദൈവം എന്നും പറഞ്ഞ് നമുക്ക് ആരാധിക്കാൻ പറ്റില്ല. അതാണ് നമ്മളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഒരു കുരിശ് കൊണ്ടുവച്ചിട്ട് അതാണ് ദൈവം, അല്ലെങ്കിൽ കുരിശി തറച്ച ഒരു രൂപത്തിന് കൊണ്ടുവച്ചിട്ട് അതാണ് ദൈവം എന്നല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം അതീതനാണ്, എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവാണ്. മറിയമ്മനെ സൃഷ്ടിച്ചതും യേശുവിനെ സൃഷ്ടിച്ചതും മുഹമ്മദിനെ സൃഷ്ടിച്ചതും ആദമിനെ സൃഷ്ടിച്ചതും ഹവ്വായെ സൃഷ്ടിച്ചതും ഈ കാണുന്ന ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്, പടച്ചത് തമ്പുരാനാണ്. എന്നെയും നിങ്ങളെയും പടച്ചത് തമ്പുരാൻ. അപ്പൊ അത് മനസ്സിലാക്കി ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി നാട്ടിൽ നന്മയും നല്ലതും അനുകമ്പയും ആളുകളോട് ദയയും സ്നേഹവും എല്ലാമായിട്ട് ജനങ്ങൾ ജീവിക്കണം. ദൈവം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാം, ആരും തർക്കിക്കുന്നില്ല. നിങ്ങൾ പിന്നെ ഇങ്ങനെ ഈ ചാനലിൽ വന്നിരുന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് മറുപടി പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഇതിൽ തർക്ക വിഷയമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് ക്രിസ്ത്യനായിട്ടാണ് പിന്നെ അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന അനുസരിച്ചാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം. മുസ്ലിമിന് ഇങ്ങനെ വിശ്വസിക്കാം, ഹിന്ദുവിന് വേറെ രീതിയിൽ വിശ്വസിക്കാം, യഹൂദന് അങ്ങനെ വിശ്വസിച്ചിട്ട് പോട്ടെ, ആരെ ആക്ഷേപിക്കണ്ട. അവരവർക്ക് അവരവരുടെ മതം, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതം. അപ്പൊ അതനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ വിദ്വേഷവും വെറുപ്പും വേണ്ട. ഇപ്പൊ അറിയാമല്ലോ, തറയിലച്ഛനെ കണ്ടതല്ലേ, ഒരു കുട്ടി, ഒരു 13 വയസ്സായ ഒരു കുട്ടി നിങ്ങളെ ഏതെങ്കിലും എന്താണ് സെയിന്റ് റിക്താസ് പബ്ലിക് സ്കൂളിൽ പഠിക്കാൻ പോയി, തലയിലൊരു തുണി ഇട്ടെന്നും പറഞ്ഞു ആ തലയും ശരീരവും ഒക്കെ മറച്ച ഒരു സ്ത്രീ കന്യകയാണെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് കന്യക അല്ലാത്ത കന്യാവസ്ത്രമണിഞ്ഞ സ്ത്രീ. ആ സ്ത്രീ പറഞ്ഞെന്താണ്? ഭീഷണിപ്പെടുത്തി വെളുക്ക വന്നിരുന്ന് ചില ചാനലിന്റെ മുമ്പിൽ ചിരിച്ച് കാണിച്ച് അതൊക്കെ ഒതുക്കി തീർക്കാവുന്ന വിഷയങ്ങളെ ജനങ്ങളെ തന്നെ ഭിന്നിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു പുതിയ അജണ്ടയാണ്. അപ്പോൾ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുക, അതാണ് ഏറ്റവും വലിയ വർഗീയത. അങ്ങനെ പറയരുത്. ഒരു കുട്ടി തലയെ തട്ടുകൊണ്ടെന്ന് വിചാരിച്ച് ആകാശം ഇടിഞ്ഞു പോയില്ല. നിങ്ങൾ നോക്കി മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ, NSSകാരുടെ സ്കൂളിൽ, SNDPക്കാരുടെ സ്കൂളിൽ, കോളേജുകളിലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ആർക്കും എന്ത് വേഷവും ധരിച്ചു പോകാം. കന്യാസ്ത്രീകൾ എത്രയോ കന്യാസ്ത്രീ വേഷം കൊണ്ട് അവിടെ പോയിരുന്ന് പഠിക്കുന്നു, ആർക്കും ഒരു തർക്കമില്ലല്ലോ. അപ്പൊ സഹിഷ്ണുത വേണം, മനുഷ്യന് സഹിഷ്ണുത വേണം. അതില്ല ക്രിസ്ത്യാനിക്ക്. ഇപ്പോഴത്തെ ക്രിസ്ത്യാനിക്ക് അതില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാര്യം ശരിയായ ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ശരിയായ ദൈവവിശ്വാസിയാവുക, ദൈവത്തിനെ ഭയന്ന് ജീവിക്കുക. നാളെ ഒരു ദിവസം നമ്മളെ എല്ലാം കുറ്റവിചാരണ ചെയ്യും ദൈവം തമ്പുരാൻ. അത് ഏത് നിങ്ങൾ വിശ്വസിക്കുന്നതായിരുന്നാലും ഒറ്റ ദൈവം തമ്പുരാനേ ഉള്ളൂ. അദ്ദേഹം നമ്മളെ കുറ്റവിചാരണ ചെയ്യും. അപ്പൊ ഈ വെളുക്കച്ചിരിക്കുന്ന കാപ്പിരിയായ ആ കന്യാസ്ത്രീ ഉണ്ടല്ലോ, പിശാചാണ്. ആ സ്ത്രീ പിശാചാണ്. ആ പിശാചിന് ട്രിവാൻഡ്രത്തം കണ്ട അവാർഡ് കൊടുക്കുന്ന, ട്രിവാൻഡ്രത്ത് ആരെങ്കിലും അവാർഡ് കൊടുത്താൽ അവന് അടി ഉറപ്പാണ്. ഞാൻ എന്നാണ് തിരുവനന്തപുരത്ത് കാല് കുത്തുന്നത്, അവന് അടി ഉറപ്പാണ്. ഞാൻ പറയാണ്, മുന്നറിയിപ്പ് വരെയാണ് ഇപ്പോഴേ. അങ്ങനെ ഒരു അവാർഡ് കൊടുക്കാം. അത് നമ്മളെ ആക്ഷേപിക്കുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നരായ കേരളീയർ ആക്ഷേപിക്കുന്നത് തുല്യമാണ്. ധീരതയ്ക്കുള്ള അവാർഡ്. എന്ത് ധീരതയാണ് ഒരു കുട്ടിയുടെ അടുത്ത് കാണിച്ചത്? ആ ധീരത അതിന് ധീരതയാണെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ ധീരതയാണ്? അങ്ങനെയാണെങ്കിൽ 2 കന്യാസ്ത്രീകളെ അവിടെ ഛത്തീസ്ഗഡിൽ പിടിച്ച ആ TTRന്റെ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ച് അവാർഡ് കൊടുക്കും. അവനെ വിളിച്ചിട്ടുണ്ടെന്ന് തിരുവനന്തപുരത്ത് കൊടുക്കും അവാർഡ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതൊക്കെ മോശമാണ്, നമുക്ക് മോശമാണ്. ആ കന്യാസ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ തെറ്റ് കാണിച്ച് അത് അവിടെ കൊണ്ട് അങ്ങ് തീർന്നു. ഇനി അത് വലുതാക്കി വീണ്ടും വർഗീയ ധ്രുവീകരണം നടത്തി നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കരുത്, നാട്ടിൽ കുഴപ്പം ഉണ്ടാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തറയിലച്ഛനായിരുന്നാലും ശരി, വേറെ ഏതെങ്കിലും അച്ഛനായിരുന്നാലും ശരി, പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കാൻ വന്നാൽ അതിനെ ഞങ്ങൾ തടയും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, പലരും, അതായത് മതേതരവാദികളായ ജനാധിപത്യ വിശ്വാസികൾ തടയും. അതിന് വരുന്ന ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ അങ്ങ് ഏറ്റെടുത്തോണ്ടാൽ മതി. അതിന് വരുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. വിഭാഗതി ഉണ്ടാക്കരുത്, വർഗീയത ഉണ്ടാക്കരുത്, വർഗീയ വേർതിരിവ് ഉണ്ടാക്കരുത്. സമൂഹത്തിൽ നിങ്ങളെല്ലാം ഒറ്റപ്പെടും.
അത് സൂക്ഷിച്ചും കണ്ട് ജീവിക്കണമെന്നാണ് എനിക്ക് അച്ഛനായിരുന്നാലും ശരി അമ്മയായിരുന്നാലും ശരി അവരടുത്ത് പറയാനുള്ളത്. നിങ്ങൾ കൂട്ടായ തീരുമാനമെടുത്ത് ആ അവാർഡ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ പോകരുത്. വേണമെന്നുണ്ടെങ്കിൽ അവന്മാർ വീട്ടിൽ കൊണ്ടു തരട്ടെ. അല്ലാതെ പരസ്യമായ ഒരു ഇത് നടത്തി അവിടെ പിന്നെ അവാർഡ് കൊടുത്താൽ ഈ അവാർഡ് കൊടുക്കുന്നവന്മാരെന്ന് പറയുന്നത് റോട്ടറി ക്ലബ്ബാണ്. റോട്ടറി ക്ലബിന്റെ ജോലി എന്താണ്? അവർ കള്ളുകുടിയന്മാരാണ്. അപ്പൊ കള്ളുകുടിയന്മാരെ അവാർഡ് വാങ്ങിക്കണമെങ്കിൽ വീട്ടിൽ വന്ന് വാങ്ങിച്ചു. അല്ലാതെ പരസ്യമായിട്ട് ഒരു പിന്നെ ഫംഗ്ഷൻ നടത്തി അവിടെ അവാർഡ് കൊടുത്ത ഇല്ലാത്ത കുഴപ്പമുണ്ടാക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരെയാണ്. ഖുർആൻ എന്ന് പറയുന്നത് അവതരിച്ചത് മുഹമ്മദ് നബിയുടെ കാലത്താണ്. ആ കാലത്ത് നബിയുടെ മുഹമ്മദിന് ശേഷമുള്ള കാര്യം എങ്ങനെയാ പിന്നെ അലക്സ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ട്. അല്ലാതെയാണ് പറയുന്നത്. മുഹമ്മദ് നബി സ്ഥാനാരോഹണം, അതായത് ആകാശത്ത് പോയി വരുന്നത് അലക്സയിൽ നിന്നാണ്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതായി പോയാൽ എന്ത് ചെയ്യാം നമുക്ക്? അപ്പൊ ചരിത്രം പഠിക്കണം. അപ്പൊ എല്ലാ വേദഗ്രന്ഥങ്ങളും പഠിക്കണം. ഞങ്ങൾ എല്ലാ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വേദഗ്രന്ഥങ്ങളെയും അംഗീകരിക്കുന്നതാണ്. അപ്പൊ ബൈബിള്, പുരാതന ബൈബിള്, പഴയ ബൈബിള്, അതിനുശേഷമുള്ള ബൈബിള്, പിന്നെ പുതിയ ബൈബിള് എന്താണ്? അങ്ങനെ ഉണ്ട്. ഖുർആന് പുതിയ ഖുർആനും പഴയ ഖുർആനും ഉണ്ടാ? ഇല്ല. എല്ലാം ഒറ്റ ഇതേ ഉള്ളൂ. പഴയത് തന്നെയാണ് പഴയത്. അതിന് പിന്നെ പുതിയ വേർഷനൊന്നുമില്ല. മത്തായി എഴുതിയത്, മറ്റോൻ എഴുതിയത്, മറിച്ചവൻ എഴുതിയതൊന്നുമില്ല. ദൈവം അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ബൈബിള്. ബൈബിൾ നിങ്ങൾ പറയും, നിങ്ങൾ ഞങ്ങൾ ഇഞ്ചീൽ എന്ന് പറയും. അപ്പൊ അത് മനസ്സിലാക്കുക. ബൈബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബൈബിൾ എന്ന് പറയുന്നത്, ഞങ്ങൾ ഇഞ്ചീൽ എന്ന് പറയുന്നു. തൗറാത്ത് എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്, യഹൂദന്മാർ തോറ എന്ന് പറയും. കുഴപ്പമില്ല. ആരെന്ന് പറഞ്ഞാൽ ദാവൂദിന്റെ പിന്നെ ഡേവിഡ് എന്ന് നിങ്ങൾ പറയുന്നു. ആ ഡേവിഡ് എന്ന് പറയുന്ന മുസ്ലിമാണ്. ഡേവിഡിന്റെ മകൻ എന്ന് പറയുന്നത് സുലൈമാൻ, അതായത് ദാവൂദിന്റെ മകൻ സുലൈമാൻ. നിങ്ങൾ സോളമൻ എന്ന് പറയുന്നു. അവരെല്ലാം മുസ്ലിങ്ങളെ, എല്ലാ പ്രവാചകന്മാരും മുസ്ലിങ്ങളാണ്. നിങ്ങൾ അതിൽ വേർതിരിവ് ഉണ്ടാക്കി യേശു ക്രിസ്തു പിന്നെ പ്രവാചകനാണ്, യേശു ക്രിസ്തുവിനെ നിങ്ങൾ ദൈവം എന്ന് പറയുന്നത്, ദൈവം പിന്നെ മകനാണെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ. പലരും പല തട്ടിലാണ്. ദൈവം ഒന്നേ ഉള്ളൂ. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും യഹൂദനും പിന്നെ ഹിന്ദുവിനും ജൈനമതക്കാരനും ബുദ്ധമതക്കാരനും എല്ലാം ഒറ്റ ദൈവമേ ഉള്ളൂ. അല്ല ഒരുപാട് ദൈവങ്ങളൊന്നുമില്ല. അത് മനസ്സിലാക്കുക. ആ ദൈവത്തിനെ ആരാധിക്കുക, ആ ദൈവത്തിനെ പ്രകീർത്തിക്കുക, ആ ദൈവത്തിനെ ആരാധിക്കണം, അവനെ പ്രകീർത്തിക്കണം. അവനാണ് ഈ സർവവും, ആകാശങ്ങളും ഭൂമികളും അതിൻ്റെ ഇടയിൽ ഉള്ളതെല്ലാം, ഈ സർവ്വ ജീവജാലങ്ങളും. ജീവനില്ലാത്തത് ഒന്നും ഈ ലോകത്തില്ല. എല്ലാം ജീവനുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ട. ഒന്നുമല്ലെങ്കിലും മനുഷ്യനെ സംവിധാനം ചെയ്യാൻ. നിരീശ്വരവാദികളടുത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു തുള്ളി ജലത്തിൽ നിന്നാണ് മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും, അതായത് ആനിമൽ കിങ്ഡത്തിലുള്ള എല്ലാം ഒരു തുള്ളി ജലത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ആ ഒരു തുള്ളി ജലത്തിൽ നിന്ന് എങ്ങനെയാണ് കണ്ണ്, കാത്, മൂക്ക്, പല്ല്, തല, കൈവിരലുകള്, കാൽവിരലുകള്, ഹൃദയം, വൃക്ക, മറ്റത് മറിച്ചത്, എന്തൊക്കെയാണ് അതെങ്ങനെ ഉണ്ടായി വരുന്നത്? നിരീശ്വരവാദികൾക്ക് എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത പൊട്ടന്മാരാണ് അവന്മാര്, പമ്പര വിഡ്ഢികളാണ്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? ആരാണ് ഈ സംവിധാനം ഉണ്ടാക്കിയത്? നമ്മളത് മനസ്സിലാക്കണ്ടേ. മഴ ഇറങ്ങുന്നു, മഴ വർഷിക്കുന്നു, നിർജീവമായി കിടക്കുന്ന ധാന്യങ്ങളെല്ലാം കുതിർത്തു വരുന്നു, എല്ലാം മഴ പെയ്യുമ്പോൾ പച്ചയാകുന്നു. ഇതൊക്കെ എവിടെ നിന്നുണ്ടായി? എങ്ങനെയുണ്ടായി? മഴ എങ്ങനെ ആകാശത്ത് നിന്ന് ഇറക്കുന്നു? ഈ ഇറക്കി കുറച്ച് കഴിഞ്ഞതിന് ശേഷമല്ലേ ഇവിടെ ഉള്ള പൊട്ടന്മാർ പറയുന്നത് അത് നീരാവി പൊങ്ങിയാണ് ഉണ്ടാക്കുന്നത്, നീരാവി പൊങ്ങി കാർമേഘം പോലെയാവും, കാർമേഘമാകി പിന്നെ കാറ്റ് വന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവിടെ മഴ പെയ്യുന്നു. ഇവിടെ സത്യം തന്നെ. പക്ഷെ ഇത് സംവിധാനം ചെയ്താല്, അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. കടല് വെള്ളത്തിലാണ് ഭൂമി നിൽക്കുന്നത്. ഭൂമി നിൽക്കുന്ന 2/3 ഭാഗം വെള്ളമാണ്. ആ വെള്ളത്തിലാണ് ഭൂമി നിൽക്കുന്നത്. എങ്ങനെ സംവിധാനം ചെയ്ത് നിർത്തിയിരിക്കുന്നു? ഖുർആനിൽ പറയുന്നു മലകളെല്ലാം ആണികളാണ്, ഭൂമിയെ ആണി അടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അത് ഇളവി താഴ്മയിലേ മറിഞ്ഞു പോകില്ലേ? അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി മനുഷ്യന് ഇവിടെ വാസയോഗ്യമാക്കി ഭൂമിയെ നിങ്ങൾക്ക് ഞാനൊരു വിരിപ്പാക്കി തന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. മലർത്ത് വിരിച്ചിട്ടിരിക്കുകയല്ലേ, എവിടെ വേണമെങ്കിലും അതൊക്കെ ചെയ്തു തന്നാൽ. എല്ലാത്തിനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നില്ലേ മനുഷ്യൻ? എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി തന്നില്ലേ? ഭയങ്കരമായ ആന, കടുവ, സിംഹം, പുലി, അങ്ങനെ വെട്ടുപോത്ത്, കരിമ്പോത്ത്, ഇതിനെയൊക്കെ നമ്മൾ മനുഷ്യനല്ലേ നിയന്ത്രിക്കുന്നത്? നമുക്ക് അധീനപ്പെടുത്തി തന്നില്ലേ എല്ലാം? അത് മാത്രം 4 ജോഡി മൃഗങ്ങളെ സ്വർഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ നമുക്കായിട്ട്
ആഹാരത്തിന് വേണ്ടി അയച്ചിരുന്നു. അതിനെയൊക്കെ പറ്റി പഠിക്കണം. അച്ഛനായിട്ട് വെറുതെ ലോഹമായിട്ട് നടന്നാൽ പോരാ, അതിനെപ്പറ്റി പഠിക്കണം. ഇസ്ലാം മത ഗ്രന്ഥം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മാത്രം ഗ്രന്ഥമല്ല, അത് മാനവരാശിയുടെ ഗ്രന്ഥമാണ്. അതിൽ പഠിച്ചാലേ നമുക്ക് മനസ്സിലാക്കാവുള്ളൂ എന്താണ് ഇസ്ലാം, എന്താണ് ഭൂമി, എന്താണ് ആകാശം, എന്താണ് ജനങ്ങള്, എങ്ങനെ ഉണ്ടായി, എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, എങ്ങനെ ഇതൊക്കെ അവസാനിക്കും, ലോകം അവസാനിക്കുന്നത് എങ്ങനെ. ഇന്ന് ശാസ്ത്രം പറയുന്നത്, ഇന്നാണ് പറയുന്നത്. 1450 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞതാണ്. ഖുർആൻ എന്ന് പറയുന്നത് തന്നെ പരമ്പരയാണ്, ഓരോ ഗ്രന്ഥത്തിന്റെയും പരമ്പരയാണ്. ഓരോരോ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് ആണ് പിന്നെ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളും ബാക്കിയുള്ള ഏടുകളും അവതരിച്ചത്. ഖുർആൻ എന്ന് പറയുന്നത് മാനവരാശിക്ക് ലോക അവസാനം വരേക്കും അവതരിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. അതിനെപ്പറ്റി പഠിക്കണം. പഠിക്കാതെ തറയിലച്ചനിരുന്ന് പറയരുത്. അപ്പൊ പഠിക്കുമ്പോൾ കൂലങ്കഷമായിട്ട് അതിന് ആത്മാർത്ഥതയോടുകൂടി പഠിക്കണം, ഹൃദയശുദ്ധിയോടുകൂടി പഠിക്കണം. പഠിച്ചത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് സത്യം മനസ്സിലാവും. ദൈവം ജനിച്ചിട്ടില്ല, ദൈവം മരിക്കില്ല, ദൈവം ആരെയും ജനിപ്പിക്കുകയില്ല, പക്ഷേ ദൈവം സൃഷ്ടിക്കും. എന്തിനും കഴിവുള്ളവനാണ് ദൈവം. അതാണ് ദൈവം. അല്ലാത്തതിനെ എന്ന് ദൈവം എന്നും പറഞ്ഞ് നമുക്ക് ആരാധിക്കാൻ പറ്റില്ല. അതാണ് നമ്മളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഒരു കുരിശ് കൊണ്ടുവച്ചിട്ട് അതാണ് ദൈവം, അല്ലെങ്കിൽ കുരിശിൽ തറച്ച ഒരു രൂപത്തിന് കൊണ്ടുവച്ചിട്ട് അതാണ് ദൈവം എന്നല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം അതീതനാണ്, എല്ലാത്തിൻ്റെ സൃഷ്ടികർത്താവാണ്. മറിയമ്മനെ സൃഷ്ടിച്ചതും യേശുവിനെ സൃഷ്ടിച്ചതും മുഹമ്മദിനെ സൃഷ്ടിച്ചതും ആദമിനെ സൃഷ്ടിച്ചതും ഹവ്വായെ സൃഷ്ടിച്ചതും ഈ കാണുന്ന ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചത് ദൈവം തമ്മിലാണ്, പടച്ചത് തമ്മിലാണ്. എന്നെയും നിങ്ങളെയും പടച്ചത് തമ്മിലാണ്. അപ്പൊ അത് മനസ്സിലാക്കി ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി നാട്ടിൽ നന്മയും നല്ലതും അനുകമ്പയും ആളുകളോട് ദയയും സ്നേഹവും എല്ലാമായിട്ട് ജനങ്ങൾ ജീവിക്കണം. ദൈവം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാം, ആരും തർക്കിക്കുന്നില്ല. നിങ്ങൾ പിന്നെ ഇങ്ങനെ ഈ ചാനലിൽ വന്നിരുന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് മറുപടി പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഇതിൽ തർക്ക വിഷയമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് ക്രിസ്ത്യനായിട്ടാണ് പിന്നെ അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന അനുസരിച്ചാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം, മുസ്ലിമിന് ഇങ്ങനെ വിശ്വസിക്കാം, ഹിന്ദുവിന് വേറെ രീതിയിൽ വിശ്വസിക്കാം, യഹൂദന് അങ്ങനെ വിശ്വസിച്ചിട്ട് പോട്ടെ, ആരെ ആക്ഷേപിക്കണ്ട. അവരവർക്ക് അവരവരുടെ മതം, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതം. അപ്പൊ അതനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ വിദ്വേഷവും വെറുപ്പും വേണ്ട. ഇപ്പൊ അറിയാമല്ലോ, തറയിലച്ഛനെ കണ്ടതല്ലേ, ഒരു കുട്ടി, ഒരു 13 വയസ്സായ ഒരു കുട്ടി നിങ്ങളെ ഏതെങ്കിലും എന്താണ് സെയിന്റ് റിത്താസ് പബ്ലിക് സ്കൂളിൽ പഠിക്കാൻ പോയി, തലയിലൊരു തുണി ഇട്ടെന്നും പറഞ്ഞു ആ തലയും ശരീരവും ഒക്കെ മറച്ച ഒരു സ്ത്രീ കന്യകയാണെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് കന്യക അല്ലാത്ത കന്യാവസ്ത്രമണിഞ്ഞ സ്ത്രീ. ആ സ്ത്രീ പറഞ്ഞ എന്താണ്? ഭീഷണിപ്പെടുത്തി വെളുക്ക വന്നിരുന്ന് ചില ചാനലിന്റെ മുമ്പിൽ ചിരിച്ച് കാണിച്ച് അതൊക്കെ ഒതുക്കി തീർക്കാവുന്ന വിഷയങ്ങളെ ജനങ്ങളെ തന്നെ ഭിന്നിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു പുതിയ അജണ്ടയാണ്. അപ്പോൾ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുക, അതാണ് ഏറ്റവും വലിയ വർഗീയത. അങ്ങനെ പറയരുത്. ഒരു കുട്ടി തലയെ തട്ടുകൊണ്ടെന്ന് വിചാരിച്ച് ആകാശം ഇടിഞ്ഞു പോയില്ല. നിങ്ങൾ നോക്കി മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ, NSSകാരുടെ സ്കൂളിൽ, SNDPക്കാരുടെ സ്കൂളിൽ, കോളേജുകളിലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ആർക്കും എന്ത് വേഷവും ധരിച്ചു പോകാം. കന്യാസ്ത്രീകൾ എത്രയോ കന്യാസ്ത്രീ വേഷമിട്ട് അവിടെ പോയിരുന്ന് പഠിക്കുന്നു, ആർക്കും ഒരു തർക്കമില്ലല്ലോ. അപ്പൊ സഹിഷ്ണുത വേണം, മനുഷ്യന് സഹിഷ്ണുത വേണം. അതില്ല ക്രിസ്ത്യാനിക്ക്. ഇപ്പോഴത്തെ ക്രിസ്ത്യാനിക്ക് അതില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാര്യം ശരിയായ ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ശരിയായ ദൈവവിശ്വാസിയാവുക, ദൈവത്തിനെ ഭയന്ന് ജീവിക്കുക. നാളെ ഒരു ദിവസം നമ്മളെ എല്ലാം കുറ്റവിചാരണ ചെയ്യും ദൈവം തമ്പുരാൻ. അത് ഏത് നിങ്ങൾ വിശ്വസിക്കുന്നതായിരുന്നാലും ഒറ്റ ദൈവം തമ്പുരാനേ ഉള്ളൂ. അദ്ദേഹം നമ്മളെ കുറ്റവിചാരണ ചെയ്യും. അപ്പൊ ഈ വെളുക്കച്ചിരിക്കുന്ന കാപ്പിരിയായ ആ കന്യാസ്ത്രീ ഉണ്ടല്ലോ, പിശാചാണ്. ആ സ്ത്രീ പിശാചാണ്. ആ പിശാചിന് ട്രിവാൻഡ്രത്തം കണ്ട അവാർഡ് കൊടുക്കുന്ന, ട്രിവാൻഡ്രത്ത് ആരെങ്കിലും അവാർഡ് കൊടുത്താൽ അവന് അടി ഉറപ്പാണ്. ഞാൻ എന്നാണ് തിരുവനന്തപുരത്ത് കാല് കുത്തുന്നത് അവന് അടി ഉറപ്പാണ്. ഞാൻ പറയാണ്, മുന്നറിയിപ്പ് വരെയാണ് ഇപ്പോഴേ. അങ്ങനെ ഒരു അവാർഡ് കൊടുക്കാം. അത് നമ്മളെ ആക്ഷേപിക്കും. നമ്മളെന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നനായ കേരളീയർ ആക്ഷേപിക്കുന്നത് തുല്യമാണ്. ധീരതയ്ക്കുള്ള അവാർഡ്. എന്ത് ധീരതയാണ് ഒരു കുട്ടിയുടെ അടുത്ത് കാണിച്ചത്? ആ ധീരത, അതിന് ധീരതയാണെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ ധീരതയാണ്? അങ്ങനെയാണെങ്കിൽ 2 കന്യാസ്ത്രീകളെ അവിടെ ഛത്തീസ്ഗഡിൽ പിടിച്ച ആ TTRന്റെ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ച് അവാർഡ് കൊടുക്കും. അവനെ വിളിച്ചിട്ടുണ്ടെന്ന് തിരുവനന്തപുരത്ത് കൊടുക്കും അവാർഡ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതൊക്കെ മോശമാണ്.
നമുക്ക് മോശമാണ്. ആ കന്യാസ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ തെറ്റ് കാണിച്ച് അത് അവിടെ കൊണ്ട് അങ്ങ് തീർന്നു. ഇനി അത് വലുതാക്കി വീണ്ടും പിന്നെ വർഗീയ ധ്രുവീകരണം നടത്തി നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കരുത്, നാട്ടിൽ കുഴപ്പം ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തറയിലച്ഛനായിരുന്നാലും ശരി, വേറെ ഏതെങ്കിലും അച്ഛനായിരുന്നാലും ശരി, പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കാൻ വന്നാൽ അതിനെ ഞങ്ങൾ തടയും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, പലരും, അതായത് മതേതരവാദികളായ ജനാധിപത്യ വിശ്വാസികൾ തടയും. അതിന് വരുന്ന പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ അങ്ങ് ഏറ്റെടുത്തോണ്ടാൽ മതി. അതിന് വരുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. വിഭാഗതി ഉണ്ടാക്കരുത്, വർഗീയത ഉണ്ടാക്കരുത്, വർഗീയ വേർതിരിവ് ഉണ്ടാക്കരുത്. സമൂഹത്തിൽ നിങ്ങളെല്ലാം ഒറ്റപ്പെടും. അത് സൂക്ഷിച്ചും കണ്ട് ജീവിക്കണമെന്നാണ് എനിക്ക് അച്ഛനായിരുന്നാലും ശരി, അമ്മയായിരുന്നാലും ശരി അവരടുത്ത് പറയാനുള്ളത്. നിങ്ങൾ കൂട്ടായ തീരുമാനമെടുത്ത് അവാർഡ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ പോകരുത്. വേണമെന്നുണ്ടെങ്കിൽ അവന്മാർ വീട്ടിൽ കൊണ്ട് തരട്ടെ. അല്ലാതെ പരസ്യമായ ഒരു ഇത് നടത്തി അവിടെ പിന്നെ അവാർഡ് കൊടുത്താൽ, ഈ അവാർഡ് കൊടുക്കുന്നവന്മാരെന്ന് പറയുന്നത് റോട്ടറി ക്ലബ്ബാണ്. റോട്ടറി ക്ലബിന്റെ ജോലി എന്താണ്? അവർ കള്ളുകുടിയന്മാരാണ്. അപ്പൊ കള്ളുകുടിയന്മാരെ അവാർഡ് വാങ്ങിക്കണമെങ്കിൽ വീട്ടിൽ വന്ന് വാങ്ങിച്ചോണം. അല്ലാതെ പരസ്യമായിട്ട് ഒരു പിന്നെ ഫംഗ്ഷൻ നടത്തി അവിടെ അവാർഡ് കൊടുത്താൽ ഇല്ലാത്ത കുഴപ്പമുണ്ടാക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരെയാണ്. സൂക്ഷിച്ചും കണ്ടും ജീവിക്കണം. നമ്മൾ വർഗീയ വേർതിരിവ് ഉണ്ടാക്കരുത്. നാട്ടിൽ കലാപം അഴിച്ചുവിടാൻ ശ്രമിക്കരുത്. നിങ്ങളുമല്ല ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ആരുടെ ഭാഗത്തായാലും തെറ്റായാലും ശരിയായാലും ശരി, അങ്ങനെ ഒരു പ്രശ്നം ഇനി ഊതിവെപ്പിച്ച് സമൂഹത്തിൽ പിന്നെ വിഭാഗീയതയും പിന്നെ വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.